ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുമല്ലോ, ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ് അടിച്ചിട്ട് സപ്പോർട്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോണത് എൻ്റെ പഴയ വീട്ടിലേക്കാണ്. ഇതിന്റെ മുന്നേ ഒരു വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈദിനെ ഇങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്ന് പോയിട്ട് വീടൊന്ന് കാണാലോ എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണ്. കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ലൈക്കൊക്കെ അടിച്ച് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പാർക്കിക്കോ? പാർക്കിക്കല്ല, പഴയ വീട്ടിലേക്കാ പോണേ. ഹാപ്പിയാണോ? അപ്പൊ നമ്മളെ അമ്പൊക്കെ ഉണ്ട്, അമ്പുണ്ട്. എവിടക്കാ പോണേ? വീട്ടിക്ക് വാ. ഗുഡ് ബോയ്. ഇനി നമുക്ക് റിച്ചിനോട് ചോദിക്കട്ടെ. റിച്ചോ, എവിടക്കാ പോണേ? നമ്മള് പഴയ വീട്ടിക്കോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്താ പരിപാടി ഇന്ന്? ഇന്ന് നമ്മള് പഴയ വീട്ടിക്ക് പോവാ. അപ്പൊ നമ്മളെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇനി വണ്ടി കയറി പോവാൻ പോവാണ്. സോ ഇതാ പോയി. അപ്പൊ വെരി 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 നമ്മള് വണ്ടി ഇട്ട കണ്ട ഫാന് കണ്ട ഫാനൊക്കെ പറയുണ്ട്. അതോ അതൊക്കെ കണ്ടിട്ടാ ഞങ്ങള് എടുക്കാൻ പോണേ. ഇതാണ് ഞങ്ങളുടെ വണ്ടി ഗൈസ്. ഇതിലാണ് ഞങ്ങൾ പോണിട്ട്. എല്ലാരും കൊള്ളൂല്ലേ? ബാക്കിൽ ഇരിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് പറയണ്ടോ ഗൈസ്? എന്റെ ഫ്രണ്ടും എന്റെ നാത്തൂനുമായ ജഹൂന് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണ്. കേറി 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 എല്ലാരും കേറി കേറിക്കൂടി. ഏകദേശമൊക്കെ കുത്തി തിരികെ ഓട്ടോറിക്ഷ കേറിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്താവെന്ന് അറിയില്ല. അവിടെ നിന്ന് എത്തിപ്പെടും. അങ്ങനെ വണ്ടി ഇതാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാനുണ്ട്. ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഫാനൊക്കെ ഉണ്ട്. ഫുൾ വൈബ് ഫാമിലിയാണ് ഗൈസ്. ഇത് ചെയ്യണം. ഞാൻ വളമൊക്കെ ഇട്ടുകൊണ്ടോ ഇതിലിട്ടാന്നോ അറിയില്ല. വെറുതെ വളമൊക്കെ എന്താടാ എന്താ ഇവിടെ തൊഴിലുറപ്പേരാട്ടോ ഗൈസ്. ഞങ്ങൾ നടുന്ന തൊഴിലുറപ്പേരാണ്. ഇതൊരു അലാക്കിന്റെ കയറ്റാണ്. നല്ല കയറ്റാണ്. ഇതിങ്ങനെ കേറി പോണം. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഒരു കണ്ടക്ടർ ഉണ്ട് കേട്ടോ. അത് ഇതാണ് കേട്ടോ റോഡ്. നാട്ടിക്ക് പോണ വഴിയാണ് കേട്ടത്. ഒച്ചപ്പാടുണ്ടാകില്ലേ? എല്ലാരും ഉണ്ട് ഗൈസ്. ഇവിടുന്ന് കുറച്ച് പോവാണ്ട്. ഓക്കെ, ഇതെന്താ കടയിൽ പോയതാട്ടോ. ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ അധികം കോറിയുള്ള ഏരിയയാണ്. അപ്പൊ ഫുള്ളും കോറിയാണ്. നമ്മളവിടെയൊക്കെ കോറിയാണ്. ഇവിടെയൊക്കെ കാട്. ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന് നടന്നിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പൊ ഫുള്ളും കാടായി. ഇപ്പൊ ഇവിടെ വീടും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ പിന്നെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ കൂടുതൽ വണ്ടിയല്ല ഇത് വീടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ഇവിടെയൊക്കെ നമ്മൾ ബസ്സൊക്കെ കാത്തു നിന്നു കേട്ടോ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അല്ല, അവിടെയൊക്കെ ഫുൾ കോറിയാണ്. ഏതോ ഒരു സന്ദർഭത്തിൽ എൻ്റെ മൈക്ക് ഓഫായി പോയിട്ടോ. അതാണ് ഇനി ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ദാഹോ വിശപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കൊടുക്കാമല്ലോ വെച്ചിട്ട് വാങ്ങിയാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ വണ്ടി കയറിയ ഗ്രൗണ്ടിൽ കൂടെയാണ് പോകേണ്ടത്. ഇവിടെ വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, കളിക്കാൻ വേണ്ടിയിട്ട് ചെക്കന്മാരുണ്ടാക്കിയതാണ്. സോ ഇവിടെയൊക്കെ തന്നെ ഫുള്ളും കോറിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഇതിൻ്റെ മുന്നിട്ട വീഡിയോയിലും ഈ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇനി ഇവിടുന്ന് നടന്നിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളും ഡബ്ബറും കാടും പൊന്തിയും ഒക്കെയാണ്. ഇവിടെയൊക്കെ ആദ്യം പാറകളായിരുന്നു ഗൈസ്. അത് പിന്നീടാണ് ഇവർ കോറിയാക്കിയിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഡയറക്റ്റ് വഴിയില്ലാത്തത് കൊണ്ട്
നമ്മൾ മറ്റുള്ളവരുടെ കണ്ടം മീൻസ് വഴി മറ്റുള്ളവരുടെ വഴിയിലൂടെ വേണം നമുക്ക് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് എത്താൻ. അങ്ങനെ വേണം നമുക്ക് നടന്നു പോകാൻ. പക്ഷേ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ കണ്ടോ, മൈക്ക് ഓഫായത് അറിയാതെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചക്ക ഇടാനൊരു കത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോയി ആസ്വദിക്കായിരുന്നു. കാരണം നല്ല കാറ്റും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ 2 നാത്തൂന്മാരാണ് ഈ നടന്നു വരുന്നത്. വരുന്ന സമയത്ത് തന്നെ ഓല് നെയ്യപ്പം നൈസിൽ തിന്നൽ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാനും തന്നെ ഒന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ടായിന്. ഇതാകെ 3 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ 3 ആ കടയിൽ നിന്ന് എടുത്തങ്ങാണ്ട് പോകുന്നതാണ്. ഇങ്ങനെ തിന്ന് കിടക്കണതിൻ്റെ വൈബ് വേറെ കേട്ടോ. ഞാൻ വല്ലാതെ എണ്ണക്കടികളൊന്നും തിന്നാത്ത ഒരാളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും പാടി കൂടുമ്പോൾ കുറച്ച് നമ്മൾ തിന്നാറുണ്ട്. ഇത് ഞങ്ങളെ മണിയേട്ടൻ്റെ ഡബ്ബറാണ് കേട്ടോ. നമുക്ക് നടക്കാനുള്ള വഴി തന്നത് എന്താ പറയുക, ഞങ്ങളെ മണിയേട്ടനാണ്. ഞങ്ങൾ എപ്പോഴും പറയും അത് നിങ്ങൾ കാണാത്തൊരു വ്യക്തിയാണ് കേട്ടോ. പക്ഷെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയും കൂടിയാണ് അദ്ദേഹം. അങ്ങനെ അമ്പൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ വഴി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അടിച്ചു വാരി കൊണ്ടുവരുന്ന വഴിയായിരുന്നു ഗൈസ്. കാരണം ഒരുപാട് ആളനക്കില്ലാത്തതുകൊണ്ട് ഒരുപാട് കാടും പൊന്തയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല അമ്പൊക്കെ പേടിച്ചിട്ടാണ് ഇറങ്ങണത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഇല്ല, ഞാൻ പിടിച്ചോണേ പോല. ഞാണ് നടന്നൂടി. കണ്ടോ ഇങ്ങനത്തെ ഒരു ഇവിടൊക്കെ ഗൈസ് ഞങ്ങള് അടിച്ചൊരി വരെ വൃത്തിയാക്കുന്ന സ്ഥലമാണ്. കണ്ടോ ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നോക്കി ചവിട്ടണേ മുന്നിലേട്ടോ. എന്താ ഫുള്ളും കാടാണ് കേട്ടോ. നല്ല സ്ഥലമൊക്കെ തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. വഴിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഇതാണ്. എന്താന്ന് വെച്ചാലേ ഇവിടെ 2-3 തൊടുകളൊക്കെ അങ്ങനെ എടുത്തെടുത്തുണ്ട്. മീൻസ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ നട്ടുണ്ടാക്കിയ ചെടികളാട്ടോ. ഞങ്ങളെ ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ബാക്ക് ഭാഗമാണ്, വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കാണുക. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാത്റൂം കേട്ടോ. എൻ്റെ പൊന്നാരെ ഇവിടെയൊക്കെയാണ് വിറകൊക്കെ വെച്ച്. ഇതൊക്കെ പിന്നെ ചെടികൾ. ഇത് അത്യാവശ്യം ഒരു 22 സെൻറ്റ് സ്ഥലമുണ്ട് കണ്ടോ. ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ കേട്ടോ. അതൊക്കെ ഇതാണ് അവസ്ഥ. ഇത് ബാക്ക് ഭാഗമാണ്. വരുമ്പോൾ തന്നെ നമ്മൾ ബാക്കിൽ കൂടെയാണ് വരുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, ഇത് വഴിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. ഇതിനപ്പുറത്തൊക്കെ പറങ്കിയങ്ങ ഇതിൻ്റെ കാടാണ്. ഇതൊക്കെ അടുക്കള ഭാഗമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ ഇവിടുന്ന് കേട്ടോ. ചക്ക, മാങ്ങ, പേരക്ക ഒക്കെ ഉള്ള ഇതാണ് തൊടു കണ്ടങ്ങൾ ഇവിടെ. കൈവാരത് ഹായ്, ഇതാരാ ഇതാരാ ഇതിന്റെ പേരെന്താ? ജാക്കിയോ? ഹായ് ജാക്കിയെ. ഇവിടെ നായ്ക്കുട്ടിനൊക്കെ ഇവിടെ കൊടുന്ന് കെട്ടിക്ക. പ്ലാവ് ബ്ലോഗില് പെടാത്തോലൊക്കെ ആണെങ്കിൽ മാറിക്കോ. എൻ്റെ അടുത്ത് കൊണ്ടുവരല്ലേ. അകത്തേക്കൊന്നും പോണ്ട. ചെരുപ്പ് പുറത്തുനിന്ന് കയറി വെച്ചിരിക്കണം ഇവിടെ. ഇതൊക്കെ ഉണ്ട് വീട്. ഇത് ഞങ്ങൾ ഞാവൽപ്പഴം ഇതിപ്പോ ഇല്ല. വലിയ മരട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഉണ്ടോ? ഇതൊക്കെയാണ് പഴയ വീടിൻ്റെ അവസ്ഥ ഗൈസ്. ഇതൊക്കെ ഞാൻ ഇടിച്ച് പൊളിച്ചിട്ട് പുതിയ മാർക്ക് കയറ്റാനൊക്കെ കുറച്ച് പണിയുണ്ട്. ഞാൻ അകത്തേക്ക് നോക്കട്ടെ. എടാ ഇവിടെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇതാ കൊലായി. അകത്തൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയിക്കണ്. പ്രത്യേകിച്ച് എന്ന് പറയാനുള്ള സംഭവമൊന്നുമില്ല. ഇവിടെ ഇരുട്ടാണ്. അതുകൊണ്ട് നമുക്ക് അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നമുണ്ടേ. ജാക്കിയെ ഉപ്പാ വിലയത് ഒറ്റക്ക് ഇങ്ങനെ ഇവിടെ
വേറെ നായ്ക്കളുണ്ടായിരുന്നു അവരുടെ അടുത്തുണ്ട് വേറൊരു കുട്ടി ഇവന് കുറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെക്കാടാ പോയത്? ഇങ്ങോട്ട് വേടാ. ഇതൊക്കെ പിന്നെ നല്ല സ്ഥലമാണ്. ഇവിടെ കിണറൊക്കെ താഴെ കേട്ടോ. ഈ കാണിച്ചരാ, ഇതാണ് കിണർ കണ്ടോ, താഴെ താഴെയാണ് കിണറൊക്കെ. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വെള്ളം അടിച്ച് മേലേക്ക് കയറണം. പിന്നെ ചക്കാളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ. കുറേ അയക്കണോണ്ട് വന്നിട്ട് ക്ലാരിറ്റി എന്തോ കുറവുണ്ട്. ചക്കാളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഇത് മഹാഗണി കേട്ടോ, മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മരങ്ങൾ ഇത് അടുക്കാപ്പഴം മരം ഇതൊക്കെ പൊയ്ക്കണം. ഇതൊക്കെ എത്ര നശിച്ചുള്ള സംഭവം അറിയാം. ഷോ ഇങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ഇതവിടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണം, താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം. ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ വയ്യ. ഞങ്ങളെ ബ്രഷും കൊട്ടയും തൊട്ടത് ഗഡ ഫാനിൻ്റെ ഇത് ഉമ്മാക്ക് തലയിൽ ഉദിച്ചൊരു ബുദ്ധി കേട്ടോ. എന്നിട്ട് ഇതിലിങ്ങനെ ബ്രഷുകളൊക്കെ ഇട്ട് വെക്കും. ഇങ്ങനെ ഇട്ട് വെക്കുക. ഈ ഫാനിൻ്റെ ഇത് വേണ്ടാത്ത ഫാനിൻ്റെ ഇതുണ്ടെങ്കിൽ കെട്ടിയിട്ട് തന്നെ വെക്കുക. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര രസം. നായ്ക്കുട്ടിയാണ് പൊട്ടിച്ച് വന്നേക്ക്. ഇവിടെ പരക്കം പാഞ്ഞ എല്ലാവരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. എല്ലാവർക്കും നായിനെ പേടിയാണ്. ജോ എന്താ ഉണ്ടായത് പറയും. ജാഹുവിന് ഞാനതല്ല നോക്കിയത്, ഞാനപ്പോഴും വിറ്റതാ. ജാഹുവിൻ്റെ ഒരു ഓട്ടം. നമ്മളെ വീടിൻ്റെ മുന്നിലും ബാക്കിലും ഡബ്ബർ കാടാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോ. ഇപ്പം ഞങ്ങൾ ഓടിച്ചത് ഓടി, മനസ്സിലായല്ല. ഇപ്പം അങ്ങനെ നല്ല തണുപ്പൊക്കെയാണ് ഉണ്ടോ. ചക്കൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം ഇതേത് ഞങ്ങൾ ഓടിച്ചത്. ഫൈദേതാ വരുന്നു. എന്താ ഫൈദ ആരും എനിക്ക് പറഞ്ഞ എന്തൊരനുസരണുള്ള ജാക്കി ജാക്കു കൈസ ചുമരുമ കിടക്കണത്. ഇത് ഞാൻ എൻ്റെ കാക്കാൻ്റെ കല്യാണത്തിന് ഓൾക്ക് വരച്ചു കൊടുത്ത പൂവാണ്. ഇനി എല്ലാവരും പോവാട്ടോ, തിരിച്ചു പോവാണേ. ഞങ്ങൾ പോവാട്ടോ, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ പോവാട്ടോ. വരുന്നേ അത് വരുന്നേ. ആ പോണ് താത്ത എൻ്റെ പിന്നാലെ പാവട്ടോ വന്ന് നമ്മളെ പിന്നാലെ. ഈ എവിടേക്കാണ്? അവിടുന്ന് ഇതുവരെ ഞങ്ങളെ പിന്നാലെ വന്നിട്ട് ഇയാള് ഇതിനിപ്പോൾ എന്താ കാട്ടിഞ്ഞ് എന്താ കാട്ടുക? ഇനി വീട്ടിൽ പോവാണ്, ഒന്ന് സന്ദർശിച്ചെല്ലാവരും. അപ്പം ഒന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ ഗൈസ്. ഇനി വീട്ടിൽ പോവാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു.